ചില ആളുകൾ വന്നപ്പോ ചോദിച്ചു, എന്താ ഈ സംഭവം മനസ്സിലായില്ല, വികസിത സങ്കല്പം ദുരന്തോ എക്സ്പ്രസ് ഉണ്ടായിരുന്ന എന്താ, ഒപ്പം കേരളം എന്താണിത് എന്ന് ചോദിച്ചു. എന്റെ പൊന്നു ദൈവമേ, ദാ വീണ്ടും വന്നല്ലോ നമ്മുടെ ഒട്ടകൻ നമ്മുടെ ഗോപാൽജി. എന്തായാലും ഗോപാൽജിയുടെ പുതിയ തള്ളലുകൾ എന്തൊക്കെയാന്ന് കേട്ടേ. 2047 ആവുമ്പോഴേക്കും ഭാരതം ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ പ്രബലമായ രാജ്യമായി മാറണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ മുമ്പാകെ വെച്ചിരിക്കുന്നത്. ഓഹോ, ഇതാണോ കാര്യം? ഒന്നുമില്ല. ആ സങ്കല്പത്തിന് വേണ്ടിയുള്ള പ്രയാണമാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, പുള്ളി പറയുന്ന എന്താന്ന് പുള്ളിക്ക് മനസ്സിലായില്ല, എനിക്ക് അറിഞ്ഞൂടാ. അറിയാവുന്നവരുണ്ടോ ഒന്ന് പറഞ്ഞേരെ. ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയോടൊപ്പം ഒരു പാദം അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിന് സാധിക്കുന്നില്ല. കേരളം ഇന്ന് നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന സങ്കല്പത്തിന് വിരുദ്ധമാണ്. എന്തായിരുന്നു ആ മഹാങ്ങളുടെ സ്വപ്നം പറഞ്ഞേ? കാരണം കേരളത്തിലെ ജനങ്ങൾ വിവരമുള്ളവരാണ്. താങ്കൾ പറയുന്ന ലോകമേ ചാണക ലോകമല്ലേ, ആ ലോകം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്താണോ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിന്റെ വികസനത്തിനു വേണ്ടി PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ളത് എല്ലാവർക്കും അറിയാം. കോടിക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് സ്കൂളിനെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുകയാണ്. ഈ പറയുന്ന എന്താന്ന് മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഒന്ന് പറയണേ. അന്താരാഷ്ട്ര സ്കൂളുകള് ഗുജറാത്ത്, UP-യിലെ കണ്ടിട്ടുണ്ടോ? ഒന്ന് കണ്ടു നോക്കിക്കേ. അപ്പം വികസിത ഭാരതം സർവ്വമേഖലയിലും വികസിക്കുക. പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരായിട്ട് ലോകം മുഴുവനും സർവ്വ ആയുധങ്ങളും എടുത്ത് നിൽക്കുകയാണ്. എന്തായാലും ഇന്ത്യയിലും മോദിയെയും BJP-യും വെറുക്കുന്നവരാണ്. എനിക്കറിഞ്ഞൂടാ ലോകം മുഴുവൻ മോദിയെ അറിയുമെന്ന്. പുതിയ തള്ളലേ. എന്തായാലും പുള്ളിയുടെ ഈ പുതിയ തള്ളലൊക്കെ കേട്ടപ്പോഴാണ് എനിക്കിതാണ്ട് ഈ സീൻ ഓർമ്മ വന്നത്. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ.